ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്നലെ ശരിക്കും ഉറങ്ങാത്തതുകൊണ്ടുണ്ടല്ലോ ഇന്ന് രാവിലെ എണീച്ചിട്ട് ഭയങ്കര ക്ഷീണമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 10:30 മണിയായാലാണ് കറണ്ട് പോകാൻ തുടങ്ങിയത്. കറണ്ട് പോയിട്ട് പിന്നെ ഇൻവേർട്ടർ ഇട്ട് നോക്കുമ്പോഴേക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഇൻവേർട്ടറും പോയി. ഈ പകലെല്ലാം കറണ്ട് പോകുമ്പോൾ മാച്ചു ഇൻവേർട്ടർ ഇടും. അപ്പം അങ്ങനെ നോക്കുമ്പോഴേക്ക് പിന്നെ രാത്രി ആകുമ്പോഴേക്ക് ഫുള്ളായിട്ട് തീർന്ന് ഭയങ്കര ചൂടുമല്ലേ ഇപ്പോൾ, ഇങ്ങനെ വിയർത്തൊഴുകുന്നു, ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഏകദേശം 3-3:30 മണിയായപ്പോൾ അന്ന് കിടന്നുറങ്ങിയത്. നമ്മളെ CRFിലെ ഒരു കുട്ടീൻ്റെ കല്യാണമാണ്, കാലിക്കറ്റ് ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അതിനും പോകണം. അപ്പോൾ ഞാനും അമീഷയും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. കാലിക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പില്ലനടിച്ച് പോകാനുള്ളത് പ്ലാന്. അപ്പോൾ ഇനി ഏതായാലും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ട്, കാരണം അവിടെ എത്തിയിട്ട് വണ്ടി പാർക്കിംഗ് ചെയ്യലും അങ്ങനെ എല്ലാം കഴിയണം. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. എല്ലാം കഴിയുമ്പോഴേക്കും ഒരു സമയമാകും. പിന്നെ ആ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പരശുരാമന് ചിന്തിക്കേ വേണ്ട കയറാൻ വേണ്ടിയുള്ള കാര്യം. ഇപ്പം തന്നെ വിയർത്തൊഴുകി എന്ത് ചൂടാണെന്നറിയോ. അങ്ങനെ നമ്മളെ വണ്ടി ഇതാ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് വെയിൽ കൊള്ളുന്ന സ്ഥലമാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവിടെ കിട്ടിയത്. അവിടെ സ്കൂട്ടർ ആയതുകൊണ്ട് കയറ്റി വെക്കാൻ പറ്റിയില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്ന് പറയുന്നത് സ്കൂട്ടർ കാണുന്നില്ല, അതിൻ്റെ അകത്തെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടായത്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ വലിച്ച് ബാക്കോട്ടേക്കെല്ലാം ആക്കിയത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇത് സേഫ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴേക്ക് ഏത് അവസ്ഥ എന്നൊന്നും അറിയില്ല. കാരണം ഈ വെക്കുന്ന ആൾക്കാർ അവരെ വണ്ടി വെക്കാൻ വേണ്ടി അതിനെ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി വെക്കും. അപ്പോൾ പിന്നെ അവരെ സേഫ് മാത്രമേ അവർ നോക്കുള്ളൂ. പക്ഷെ നമ്മളെ വണ്ടീൻ്റെ കാര്യം അവർ നോക്കൂലല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ ഇതിവിടെ വെച്ച് ഇനിയിപ്പം പിന്നെ പാർക്കിംഗ് ചാർജും കൊടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അതിനിടയിലൊന്ന് അമീഷനെ വിളിക്കുകയും വേണം. അമീഷ എത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാൻ അമീഷനെ വിളിക്കുമ്പോഴേക്കാണ് അമീഷ പറഞ്ഞത് നേത്രാവതി ലേറ്റാണ്, പിന്നെ ടിക്കറ്റ് എടുക്കുന്നതൊന്നും കൂടി കൺഫേം ചെയ്തു. അപ്പോൾ 7:30 മണിക്ക് നേത്രാവതി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ട് ബസ്സിന് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ക്യാബ്സിൻ്റെ അടുത്ത് ബൈക്കും പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ നേരെ നമ്മൾ ലോക്ക് ചെയ്തിനൊന്ന് നോക്കാം. നമ്മളെ അമീഷക്കുട്ടി ഇനി എത്തിയിട്ട് കാണുന്നില്ലേ. ഇനി ഇവിടുന്ന് ബസ്സൊക്കെ പിടിച്ച് അങ്ങെത്തുമ്പോഴേക്ക് ലേറ്റ് ആകുമെന്ന് അറിയില്ല, നോക്കാം. ഞാൻ ഇന്നലെ അമീഷിനോട് പറഞ്ഞതാണ് നമുക്ക് ബസ്സിന് പോകാമെന്ന്. പിന്നെ അവളാണ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് മാറ്റിയത്. ട്രെയിനാകുമ്പോൾ ഉണ്ടല്ലോ ആ സീറ്റൊന്നും കിട്ടൂല, അടിപിടിയായിരിക്കും. ഒന്ന് അത് ബുക്കിങ്ങൊന്നും ചെയ്യാണ്ട് പോകുമ്പോൾ. പിന്നെ ബസ്സാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല, സീറ്റെല്ലാം കെട്ടി നല്ല സുഖമായിട്ട് പോകാം. ഇവിടെ ഈ ഒരു ബസ്സുണ്ട് കാലിക്കറ്റിലേക്ക് പോകുന്നത്. ആകെ ടെൻഷനായിട്ട് വരുന്നു കേട്ടോ, ലേറ്റ് ആയി വിചാരിച്ചിട്ട്. യെസ്, ഇതന്നെ. അപ്പം നമുക്ക് നമ്മൾ ഈ ബസ്സിലേക്ക് കയറാം. ഇപ്പം വിടും, 6:30 മണിയാകുമ്പോഴേക്ക് വിടും ഈ ബസ്. ഇത് എന്നാടോ 6:30 ഉറങ്ങിണിക്കലല്ലേ. അങ്ങനെ ബസ്സിൽ കയറി കുറച്ച് സമയം പുറത്തെല്ലാം നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഉറക്കം വന്ന് ഉറങ്ങി. പൊതുവെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങലുണ്ട്. ഇന്നലത്തെ ഫുൾ ഉറക്കിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ അതും അങ്ങ് കോഴിക്കോട് എത്തുമ്പോഴേക്ക് തീർക്കാൻ ജസ്റ്റ് ഉറങ്ങിയതാണ്. ബസ് ഇറങ്ങിയത് ആര്യാസിൻ്റെ മുമ്പിൽ. അത് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ കയറി ഓരോ വടയും കോഫി ഓർഡർ ചെയ്ത്. ഈ ഭാഗത്തെല്ലാം നല്ലോണം മഴ പെയ്തിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ നല്ലോണം വെള്ളമുണ്ട്. അപ്പം പിന്നെ ഞാൻ ആദ്യം ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്നാണ്. പിന്നെ അമിഷാർക്കതായാൽ നടക്കാം, മോർണിംഗ് വാക്ക് ആയിക്കോട്ടെ എന്നിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ചളിയുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഓരോന്ന് തീർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഇവിടെ നടക്കേണ്ട ദൂരേ ഉള്ളൂ, അതൊരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ. ലെവൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത്. ലെവൽ ക്രോസ് എത്തുമ്പോഴേക്കാണ് അമീഷൊക്കെ നടന്നിട്ട് മതിയായി. മോർണിംഗ് വാക്ക് ഈവനിങ് വാക്കായി. ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് എനിക്ക് പോകുന്നത്. നല്ലോണം മഴ പെയ്തില്ല. ശരി, ഇല്ല ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ. നല്ലോണം പെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. അതെയാ, നമ്മള് വരുന്ന വഴിക്കുണ്ട്, കണ്ണുവരുന്ന ഭാഗത്ത്. കൊയിലാണ്ടി ഭാഗത്ത് നമ്മളെ റൈഡേഴ്സ് എല്ലാം റെഡി. കുഞ്ഞോളും അതിന് പോവാം. ഞാൻ നമ്മളെ കുഞ്ഞോളം പില്യൻ. ഓ, അമീഷ ഡ്രൈവറായാ. ബൈ ബൈ. Running wild.
നമ്മളിവിടെ എത്തിയിട്ട് ചെറിയ ടച്ചപ്പ് എല്ലാം കഴിഞ്ഞ് എന്തായാലും അറിയാലോ ലേഡീസ് ആകുമ്പോൾ ടച്ചപ്പ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അവളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താലികെട്ടൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്ന് അനന്തൻ്റെ കല്യാണം, മറ്റന്നാൾ ചേട്ടൻ്റെ കല്യാണമാണ്. അന്നത്തെ ദിവസം തന്നെയാണ് ഇവളെ റിസപ്ഷനും വെച്ചിട്ടുള്ളത്. ഹായ് ഗൈസ്, ബെമ്പ ഗൈസ്, വെള്ളം കുടിച്ചാലല്ലേ ബെമ്പ? ഇവരെല്ലാം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആദ്യം ഇവർ വെള്ളമെല്ലാം ഒന്ന് കുടിക്കട്ടെ. തുടങ്ങിയിട്ടില്ല, കറക്റ്റ് ടൈം. ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അമീഷ, പിന്നെ മുത്തിന് കുഞ്ഞോള് പിന്നെ ഇവിടെ പേര് മുബിഷറാ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. ഓക്കെ, കിട്ടും. പിന്നെ ഇതാ രണ്ടാളും കൂടി ഉണ്ട്. പറയടാ, നിന്റെ റോഷ്ന അല്ലേ? പേര് വരെ മറന്നുപോയി. റോഷ്ന പിന്നെ നമ്മളെ നാട്ടിലെത്തിയ തലശ്ശേരി. പിന്നെ അതുപോലെ അതിന് ഇവള് കാലിക്കറ്റ്. നേരത്തെ ഇങ്ങനെ ഒച്ചപ്പാടിലാക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആക്കിക്കാൻ പിന്നെ കാണണ്ടതല്ലോ. അങ്ങനെ തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോ സെക്ഷന് വേണ്ടി കയറി നല്ല അടിപൊളി ഫോട്ടോ എല്ലാം എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ പിള്ളേർ ഇപ്പോഴത്തെ മുബിഷ്റൊക്കെ അതാ 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 എല്ലാം കിട്ടീരട്ടോ, എല്ലാം കിട്ടീര്. ഓക്കെ, പുതിയ വണ്ണെ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ ബൈ റോഷ്ന, ടാറ്റാ. നമ്മളന്ന് ഇങ്ങോട്ടേക്ക് പോവാം കേട്ടോ. ബൈ. എല്ലാവർക്കും ക്ഷീണം പിടിച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഒന്നാമത് ചൂടാണല്ലേ. അടിപൊളി ഫുഡാണ്, അതിനൊരു ഇതും പറയാനില്ല. എന്താ നിന്റെ അഭിപ്രായം? അല്ല, അതുകൊണ്ട് തന്നെ ഈ ഫുഡ് പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മീഷയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ബാലുശ്ശേരി ഭാഗത്തെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അമ്മീഷനെ പ്രപ്പോസ് ചെയ്യാൻ ആവശ്യമൊന്ന് പോയത്. നമ്മളെങ്ങനെ പോകുന്നത്? കൊയിലാണ്ടി പോയിട്ട് പോകാം അല്ലേ? നമ്മളിങ്ങനെ കൊയിലാണ്ടി പോയിട്ട് അവിടുന്ന് ബസ്സിന് റിട്ടേൺ. ഇപ്പം നോക്കിയായിട്ട് പാവങ്ങൾ കഷ്ടപ്പെടുന്നു. ഞാനും ഇന്ന് അമ്മീഷ അടിപൊളി അല്ലേ അമ്മീഷ? ഒന്നും നോക്കണ്ട, അനങ്ങാണ്ടിരുന്നു. ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പൊ കുഞ്ഞോള് വന്ന് ബാക്കിലിടിക്കുവേ, അപ്പൊ ഉദ്ദേശമെല്ലാം മാറും. എടാ ഇങ്ങനെയൊന്നല്ലടാ, അതിനെ ഇത് ഇങ്ങനെയൊന്നല്ലടോ. വാ വാ, ആ ചോറ് മുഴുവൻ പോയി പോയി കഷ്ടപ്പെട്ട് തിന്നതാണ്. ഓക്കെ കുഞ്ഞോളെ ടാറ്റാ. വേണം മാപ്പ് വരണം, ഞാൻ വരണം. ആ ബൈ ബൈ ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.